ആ വാദങ്ങളൊക്കെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇപ്പോൾ ടെലിഫോൺ ലൈനിലോടൊപ്പം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, കുടുംബത്തിന്റെ ആവശ്യം എന്നത് വൈകാരികമായ ഒരു ആവശ്യമാണ് എന്ന് കോടതി മനസ്സിലാക്കുന്നു എന്നാണോ നമ്മൾ ഇതിൽ നിന്നും റീഡ് ചെയ്യേണ്ടത്? അല്ല, CBI ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഒരു കേസ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ബേസിക്കായിട്ട് നിലവിലുള്ള ഇൻവെസ്റ്റിഗേഷന്റെ കേസ് ഡയറിയിലെ പരിശോധന നടത്തിയതിനു ശേഷം ആ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ഏജൻസി ചേഞ്ച് വേണോ എന്നുള്ളത് കോടതി ഒരു ഡിസ്ക്രിപ്ഷൻ എക്സർസൈസ് ചെയ്തിരിക്കുകയാണ്. അവിടെ നവീൻ ബാബുവിന്റെ കുടുംബം ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ എങ്ങനെയാണ് പോലീസ് അഡ്രസ്സ് ചെയ്തത് എന്നത് കേസ് ഡയറിയിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ നമുക്കൊക്കെ, അല്ലാതെ ഇവൻ വിക്ടിമിന്റെ ആളുകൾക്കും മറ്റുള്ളവർക്കും അല്ലെങ്കിൽ ഇവൻ കോടതികൾ ഒഴിച്ച് ബാക്കി ആർക്കും ഇതിലേക്ക് ആക്സസ് കിട്ടില്ല. അപ്പൊ ആ പരിശോധനയിൽ തൽക്കാലം അന്വേഷണം കുറച്ചുകൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടാവുള്ളൂ കോടതി. അതൊരു പ്രിമച്വറായ ഒരു ആവശ്യമായിട്ട് വേണമെങ്കിൽ കോടതിക്ക് തോന്നിയേക്കാം. കുറച്ചുകൂടി മുന്നോട്ട് പോയതിനു ശേഷം അന്വേഷണം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാവുന്നതാണ്. ആ ഒരു ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ വിധി പകർപ്പ് നമുക്ക് കണ്ടിട്ടില്ല. ഏതായാലും കേസ് ഡയറിയിലെ കണ്ടന്റ്സിന്റെ ബേസിസിലാണ് കോടതി CBI അന്വേഷണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തുന്നത്. കേസ് ഡയറിയിലെ കണ്ടന്റ്സിനെ കുറിച്ച് കേസ് കൊടുത്ത പെറ്റീഷണേഴ്സിനും യൂഷ്വലി അവർക്ക് ആക്സസ് ഇല്ലാത്തൊരു കാര്യമാണ്. അവർക്ക് അതിന്റെ കണ്ടന്റ്സ് എന്താണെന്ന് അറിയില്ല. പുറമേ പത്രങ്ങളിലും മറ്റു വരുന്ന വാർത്തകളല്ലാതെ പത്രക്കാർക്കും യാതൊരു ആക്സസും ഇല്ലാത്ത കാര്യമാണ് ഈ പറയുന്നത്. നമ്മൾ കേസ് ഡയറിയിൽ എന്താണ്, എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് നമ്മുടെ ഒരു അസംഷനാണ്. അതാണ് വാർത്തകളായി പലപ്പോഴും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കേസ് ഡയറിയിലെ കണ്ടന്റ്സ് കോടതി പരിശോധിച്ചിട്ട് പറഞ്ഞു എന്നതിനർത്ഥം ഈ സ്റ്റേജിൽ കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ചെയ്തിട്ടും ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ആക്ഷേപത് കോടതി ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കോടതിയുടെ കൺക്ലൂഷനാണ്. ഡെഫിനറ്റ് ആയിട്ടും അപ്പീലബിൾ ആണത്. അതിന്റെ മേൽക്കോടതിയിലേക്ക് പോകാം, സുപ്രീം കോടതിയിലേക്ക് പോകാം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം അതിനെ പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പൊ സുപ്രീം കോടതി ഇത് വീണ്ടും ഇതേ കേസ് തന്നെ പരിശോധിച്ചതിന് ശേഷം ആ പരിശോധനയിൽ CBI ഇൻവെസ്റ്റിഗേഷൻ റിക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ ഓർഡർ പാസ്സാക്കും. ഏതായാലും നമുക്ക് ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനുള്ള ബേസിക് ബുദ്ധിമുട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജോ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ രീതിയെക്കുറിച്ചോ ഒന്നും നമുക്കാർക്കും ആക്സസ് ഇല്ലാത്ത ഒരു കാര്യമാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ വിധി പകർപ്പ് വന്നാൽ വിധിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് പറയാം.